രാവിലെ തന്നെ നമ്മുടെ ബോസിന്റെ വണ്ടീൻ്റെ അടിയിൽ കേൾക്കുന്ന സൗണ്ടായിട്ടത്. അങ്ങനെ നേരെ ഞാനും സഫാൻകായും കാർ എടുത്ത് നേരെ അലൈൻമെന്റ് ചെയ്യുന്നിടത്ത് പോയി ആ കുയിലിറങ്ങി നോക്കിയപ്പോൾ നമുക്ക് വണ്ടിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ട് ഒരു കുഞ്ഞിനെ കിട്ടും. അതിന് മുമ്പ് ഒരാളെ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഒന്നുകൂടി നോക്കി രണ്ടാളെയും പെട്ടിയിലേക്ക് ആക്കി നൈസായിട്ടൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാട്ടോ. പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. നമ്മുടെ ബോസിന്റെ വീട്ടിലെ കാർ പോർച്ചിലായിരുന്നു. അമ്മ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് വണ്ടിന്റെ ബമ്പറിന്റെ ഉള്ളിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, അവിടെ കയറ്റി വെച്ചത്. ഇതൊന്നും അറിയാണ്ട് നമ്മുടെ ബോസ് എന്ത് ചെയ്ത് വണ്ടി എടുത്ത് അങ്ങോട്ട് പോരുകയും ചെയ്ത്. നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു കുട്ടിമ്പാട് ആ കാർ പോർച്ചിൽ ജസ്റ്റ് കിടക്കുന്ന ഓനയുമ്പാട് ആ കാർബോർഡിന്റെ ഉള്ളിലേക്ക് എടുത്തിട്ടിട്ട് നൈസായിട്ട് ഒരു ഏരിയ കൊണ്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ പൂച്ചത് ആ മക്കളെ തേർന്ന് എത്തിയിട്ടുണ്ട്. സ്വന്തം മക്കളെ കാണാതെ നിൽക്കുന്ന അമ്മമാർക്കും അതേപോലെ തന്നെ മക്കൾക്കും ഇതിന്റെ ഫീലിങ്സ് നല്ലതുപോലെ മനസ്സിലാവും കേട്ടോ. ജസ്റ്റ് നമ്മൾ ആ പൂച്ചനെ വിളിച്ചിട്ട് നേരെ കൊണ്ടേ അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ടോ. അതാക്കി നിങ്ങൾ തന്നെ കണ്ടുനോക്കി. ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലും ഇതേപോലെ ചെറിയ ചെറിയ ജീവികളൊക്കെ വണ്ടിനുള്ളിൽ കുട്ടികളൊക്കെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം, നമ്മുടെ അശ്രദ്ധ മൂലം ആ ഒരു കുട്ടിക്കൊന്നും സംഭവിക്കരുത്. അതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അപ്പോൾ ശരി, ബൈ.